പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, ഈ പറഞ്ഞ 4 കാര്യങ്ങളുണ്ടല്ലോ, ഈ പറഞ്ഞു തരുന്ന 4 കാര്യങ്ങളുണ്ടല്ലോ, അത് ലഭിച്ചവന് ഭാഗ്യവാനാകട്ടെ. അപ്പൊ ആ 4 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു മനസ്സ്. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു മനസ്സ് ആർക്കുണ്ടോ അവൻ രക്ഷപ്പെട്ടവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ ഒരു മനസ്സ് എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ? നമ്മൾ ചിന്തിക്കുക. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഒരു കണക്കുമില്ലാത്ത അനുഗ്രഹങ്ങളാണ്. അനുഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ആ അള്ളാഹു ചെയ്തെന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താൻ ഒരു മനസാക്ഷിയെങ്കിലും, ഒരു മനക്കുത്തെങ്കിലും എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ വാങ്ങാനുള്ളതല്ലല്ലോ, തിരിച്ച് കുറച്ചെങ്കിലും കൊടുക്കണ്ടേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയായിരുന്നില്ല. പ്രവാചകന് പടച്ചവനെ, അതാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പോലും പാതിരാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റ് നിന്ന് സുഖമില്ലാത്ത സമയത്ത് പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നമസ്കരിക്കുന്നത് കണ്ടപ്പോ, കാലതാ നീര് കെട്ടിയ രീതിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകൻ ഇത്രയും പ്രയാസത്തിൽ നമസ്കരിക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്